എല്ലില്ലാത്ത പീസ് ചിക്കൻ കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നേരിയ പീസാക്കിയിട്ട് നീളത്തിൽ കട്ടാക്കി കൊടുക്കണം. ഇതേപോലെ നേരിയ പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 മുട്ട ഉടച്ചൊഴിച്ചത്, 1/2 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കൊടുക്കണം. എല്ലാം കൂടി നന്നായി മിക്സാക്കണം. നിങ്ങളെ കയ്യിൽ ചുവന്ന മുളക് ക്രഷാക്കിയതുണ്ടെങ്കിൽ അതുകൂടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മറന്നു പോയതാണ്. എല്ലാം കൂടി നന്നായി മിക്സാക്കിയിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കണം. സമൂസ ഷീറ്റ് ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്തതാണ്. സാധാ മാവില്ല, പരത്തിയെടുത്ത് അത് ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്താലും മതി. 10 മിനിറ്റിന് ശേഷം ചിക്കന് ഈ മസാലയിൽ നന്നായി മുക്കിയെടുക്കണം. നനവോടുകൂടി വേണം ഇതിലേക്ക് പൊതിനെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊതിന് കിട്ടില്ല. നല്ലോണം ഒന്നുകൂടി മിക്സാക്കി കൊടുത്തിട്ട് വെള്ളത്തോട് കൂടിയിട്ട് ഇതിലിട്ട് കൊടുക്കണം. അതായത് ചുവന്ന മുളകിൻ്റെ മസാല ഇല്ലേ, അതോടുകൂടി ഇട്ട് കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ചിക്കനൊന്നും വെന്തിട്ടൊന്നുമില്ല. ഉള്ളിൽ ചിക്കൻ വെന്തിട്ട് വേണം സമൂസ ഷീറ്റ് വേവാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പിയാണ്. ഒരുപാട് ടൈം നല്ല ക്രിസ്പി ആയിരിക്കും. രാവിലെ പൊരിച്ചെടുത്താൽ വൈകുന്നേരം വരെ നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല ടേസ്റ്റുമാണ്. ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒരാൾക്ക് 2 മതി, വയറ് നിറഞ്ഞോളും. നല്ല ടേസ്റ്റുമാണ്. നല്ലൊരു പുതുമയുള്ള സ്നാക്സുമാണ്. എപ്പോഴും നമ്മൾ ചിക്കനെല്ലാം ചതച്ചിട്ടും ചെറിയ ചെറിയ പീസാക്കിയിട്ടല്ലോ അല്ലേ മസാല ഉണ്ടാക്കുന്നത്. ഇത് മസാല വാട്ടണ്ട ഒന്നിൻ്റെയും ആവശ്യമില്ല. പിന്നെ സമൂസ ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. ബ്രെഡിൽ പൊതിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ സാധാരണ നമ്മൾ മാവ് പരത്തിയിട്ടുണ്ടാക്കുന്നില്ലേ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുത്താലും മതി. മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്